ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല അടിപൊളി വരാൽ കറിയുടെ ഒരു വീഡിയോ ആണ്. ഈ വരാൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്കതൊന്ന് കണ്ടാൽ മനസ്സിലാക്കാം എങ്ങനെ ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് എങ്ങനെ കറി വയ്ക്കുന്നതെന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, കറിവേപ്പില, കാന്താരിയും പച്ചമുളകും ഉണ്ട്, 5 സവോള, കറിവേപ്പില. ആദ്യം നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഞാനിവിടെ സവോളയാണ് ഇടുന്നത്. 5 സവോള നീളത്തിലരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർക്കണം. സവോള നന്നായിട്ടൊന്ന് വഴണ്ടി ഇട്ടാലാണ് ഉപ്പ് ആദ്യം ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് പച്ചമുളകും കാന്താരിയും വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടിരിക്കുന്നത്, അത് 2.5 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. അതും ഇട്ട് നല്ലപോലെ വഴറ്റുക. ഇനി നമുക്ക് ഈ പൊടിയുടെയൊക്കെ ഒരു പച്ച മണമുണ്ടല്ലോ, അത് മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും ചേർത്ത് ഒന്ന് തക്കാളി ചെറിയൊരു സ്മാഷ് ചെയ്യുന്ന ടൈം ആവണ്ട, അതിന് മുന്നേ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഇതുപോലെ ഒന്നായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇത് 2ാം പാലാണ് കേട്ടോ ചേർക്കുന്നത്. അത് 2 കപ്പ് ചേർക്കണം. അതും ചേർത്ത് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടി കുറച്ചും കൂടെ കുടംപുളി ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഒരു കുടംപുളി കീറിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ പുളിയും വരും, കുടംപുളിയും വരുന്നുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർക്കാം. വിനാഗിരി നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുടംപുളിയുടെ എണ്ണ ഒരു 2 or 3 ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് കഴുകി വെച്ച് നമ്മുടെ വരാലില്ലേ അതിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് തിരിച്ച് മറിച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ഇളക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. മീൻ വെന്തതിന് ശേഷം നമ്മൾ സ്പൂൺ ഇട്ടൊന്ന് ഇളക്കരുത് കേട്ടോ, മീൻ പൊടിഞ്ഞു പോകും. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റിന് ശേഷം വെന്ത് കഴിഞ്ഞു കേട്ടോ മീനെല്ലാം. അത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1ാം പാലാണ് ചേർക്കുന്നത്. 1 കപ്പ് 1ാം പാൽ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ ഇനി ഇളക്കി കൊടുക്കുക. ഇനി സ്പൂൺ ഇട്ടൊന്നും ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇനി നമുക്ക് ഇനി ഒരു ടീസ്പൂണ് നമുക്ക് വിനാഗിരിയാണ് ചേർത്തിരിക്കുന്നത്. സ്പൂൺ വലുതാണ് എടുത്തത്, പക്ഷേ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ. 1 ടീസ്പൂണേ വിനാഗിരി ചേർക്കാവുള്ളൂ. പിന്നെ നമുക്ക് കറിവേപ്പില വെച്ച് അലങ്കരിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ടാണ്. ബൈ ബൈ.